കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരങ്ങളാണ് ജയറാമും ദിലീപും. ജയറാം കരിയറിലെ ഏറ്റവും മികച്ച സമയത്തുള്ളൊരു കടന്നു പോകുമ്പോഴാണ് ദിലീപിന്റെ കടന്നുവരവ്. രണ്ടുപേരും മിമിക്രി രംഗത്ത് നിന്ന് വന്നവർ, കോമഡി അനായാസം വഴങ്ങുന്ന നായകന്മാർ. എന്നാൽ ഒരു ഘട്ടത്തിൽ ജയറാമിന്റെ സ്ഥാനം ദിലീപിലേക്കെത്തി. ജയറാമിന്റെ ഗ്രാഫ് ഇഴുകയും ചെയ്തു. മറ്റു ഭാഷകളിൽ സാന്നിധ്യം അറിയിച്ച നടനാണ് ജയറാം. എന്നാൽ തമിഴിലും തെലുങ്കിലും സിനിമകൾ തിരഞ്ഞെടുപ്പോൾ ജയറാമിന് പിഴവുകൾ പറ്റി എന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. മലയാളത്തിലെ മുൻനിര നായക നടന്മാരിൽ പക്ഷേ തമിഴ് സിനിമ ചെയ്യുന്ന കോമഡി റോളുകളിൽ സംവിധായകൻ ശങ്കറിന്റെ ഗെയിം ചേഞ്ച് ജയറാമിന് ലഭിച്ച റോള് ജയറാം ആരാധകരെ നിരാശപ്പെടുത്തുകയും ചെയ്തു. ശങ്കറിനോട് അങ്ങോട്ട് അവസരം ചോദിച്ച ആളാണ് ജയറാം. നേരത്തെ സുരേഷ് ഗോപിക്ക് ഐ എന്ന സിനിമയിൽ ശങ്കർ നൽകിയ റോള് വിമർശിക്കപ്പെട്ടതാണ്. ശങ്കർ സിനിമയിൽ നിന്ന് രക്ഷപ്പെട്ട മലയാള നടനാണ് ദിലീപ്. ശങ്കർ സംവിധാനം ചെയ്ത നൻപൻ എന്ന സിനിമയ്ക്ക് ദിലീപിനെയായിരുന്നു ആദ്യം പരിഗണിച്ചത്. ശ്രീവാസ്തവൻ എന്ന കഥാപാത്രമായിട്ടാണ് ദിലീപിനെ ശങ്കർ സമീപിച്ചത്. കോമഡി കലർന്ന വേഷമായിരുന്നു ഇത്. ദിലീപിനെ ഈ റോൾ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത് മീനാക്ഷിയാണ്. ത്രീ ഇഡിയറ്റ് എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ റീമേക്കായിരുന്നു നൻപൻ. ദിലീപിന് ഓഫർ ചെയ്ത റോൾ കോമഡി റോളാണെന്ന് മനസ്സിലാക്കിയ മീനാക്ഷി ദിലീപിനെ പിന്തിരിപ്പിച്ചു. കരിയറിൽ മോശം ഘട്ടത്തിലൂടെ ശങ്കർ കടന്നുപോവുകയാണിപ്പോൾ. ഒരു കാലത്ത് ബിഗ് ബഡ്ജറ്റ് സിനിമകളെടുത്ത് പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച ശങ്കർ ഇന്ന് കോടികളും നഷ്ടമുണ്ടാക്കിയ സിനിമകളുടെ സംവിധായകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ടൂവും ഗെയിം ചേഞ്ചർ എന്നീ രണ്ട് ശങ്കർ സിനിമകൾ വൻ പരാജയമായി മാറി. 100 കോടിയിലേറെ രൂപ നഷ്ടമാണ് ഗെയിം ചേഞ്ചർ ഉണ്ടാക്കിയത്. ഇന്ത്യൻ ടൂവിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ 65% നഷ്ടപ്പെട്ടു. ബ്രഹ്മാണ്ഡ സിനിമകളുടെ സംവിധായകൻ എന്ന പേരെടുത്ത ശങ്കറിന്റെ വീഴ്ചയിൽ മലയാളികൾ പലർക്കും വലിയ നിരാശയൊന്നുമില്ല. പല ഭാഷകളിലും വലിയ ഫിലിം മേക്കേഴ്സിനെ പ്രശംസിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. എന്നാൽ ശങ്കറിനോട് ചെറിയ അനിഷ്ടമുണ്ട്. മലയാളി നടന്മാർ ശങ്കറിന് നൽകുന്ന കഥാപാത്രങ്ങൾ മോശമെന്ന അഭിപ്രായമാണ് ഇതിന് പ്രധാനമായ കാരണവും.